INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി മിക്ക പരീക്ഷകളിലും PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. SCERT പാഠഭാഗങ്ങൾ അടിസ്ഥാനമാക്കി പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തെ പറ്റിയും കൂടുതൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. ആദ്യത്തെ ചോദ്യം, INCയുടെ സ്ഥാപകൻ അഥവാ INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ്. ആരാണ് INCയുടെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ? AO ഹ്യൂം അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു INCയുടെ സ്ഥാപകൻ. അദ്ദേഹത്തെ INCയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സിവിൽ സർവന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു സിവിൽ സർവന്റ് ആയിരുന്നു. പിന്നീടാണ് അദ്ദേഹം INC രൂപീകരിക്കാനായി മുന്നോട്ട് വന്നത്. കൂടാതെ അദ്ദേഹം ഒരു പക്ഷിശാസ്ത്രജ്ഞനും സസ്യശാസ്ത്രജ്ഞനുമായിരുന്നു. കൂടാതെ ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ മാർപ്പാപ്പ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, എന്നാണ് INC രൂപീകരിക്കപ്പെട്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്നാണ് INC രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. 1885 ഡിസംബർ 28-ന് ആണ് INC രൂപീകരിക്കപ്പെട്ടത്. 1885 ഡിസംബർ 28-നാണ് INC രൂപീകരിക്കപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, ആരുടെ അധ്യക്ഷതയിലാണ് ആദ്യത്തെ യോഗം ചേർന്നത്? ആരുടെ അധ്യക്ഷതയിലാണ് ആദ്യത്തെ INC യോഗം ചേർന്നത് എന്നാണ്. WC ബാനർജിയുടെ അധ്യക്ഷതയിലാണ് ആദ്യത്തെ INC യോഗം ചേർന്നത്. WC ബാനർജി. നാലാമത്തെ ചോദ്യം, ആദ്യത്തെ INC യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തു എന്നാണ്. എത്ര പേരാണ് ആദ്യത്തെ INC യോഗത്തിൽ പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്. 72 പേരാണ് ആദ്യത്തെ INC യോഗത്തിൽ പങ്കെടുത്തത്. ആദ്യത്തെ INC യോഗം എവിടെ വെച്ചാണ് നടന്നത്? എവിടെ വെച്ചാണ് ആദ്യത്തെ INC യോഗം നടന്നതെന്ന് നോക്കാം. തേജ്പാൽ സംസ്കൃത കോളേജ്. തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യത്തെ INC യോഗം നടന്നത്. അധ്യക്ഷനാരായിരുന്നു? WC ബാനർജി ആയിരുന്നു അധ്യക്ഷൻ. എന്നാണ് നടന്നത്? 1885-ലാണ് നടന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ യോഗത്തെ പറ്റിയിട്ട് പഠിക്കാൻ കഴിയും. അടുത്തതായി, INCയുടെ ഏക മലയാളി പ്രസിഡന്റ് ആരായിരുന്നു? INCയുടെ ഏക മലയാളി പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി ആരാണെന്നാണ് ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. C ശങ്കരൻ നായർ. 1897-ലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. ഒരേ ഒരു മലയാളിയെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് ആരാണ്? C ശങ്കരൻ നായരാണ്. അടുത്തതായി, INCയുടെ സൂറത്ത് പിളർപ്പ് ഏതു വർഷമായിരുന്നു എന്നാണ്. INCയുടെ സൂറത്ത് പിളർപ്പ്, അതായത് മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായിട്ട് പിളർന്നത്. INCയുടെ സൂറത്ത് പിളർപ്പാണ്. സൂറത്തിലാണ് INC നടന്നത്. അത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. 1907-ലായിരുന്നു പിളർപ്പുണ്ടായിരുന്നത്. അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു INCയുടെ സൂറത്ത് പിളർപ്പിന്റെ സമയത്തെ അധ്യക്ഷൻ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടിരുന്നത് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളും ഇതിലൂടെ പഠിക്കാൻ കഴിയും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത്, 1916-ലെ INC സമ്മേളനം എവിടെ വെച്ച് നടന്നു എന്നാണ്. 1916-ലെ INC സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? SCERT പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. ലക്നൌവിലാണ്. 1916-ലെ INC സമ്മേളനം ലക്നൌവിൽ വെച്ചാണ് നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ വനിത ഒരു പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് INCയുടെ ആദ്യത്തെ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആനി ബെസന്റ്. ആനി ബെസന്റ് ആയിരുന്നു 1917 ആദ്യമായിട്ട് INCയുടെ ഒരു വനിതാ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു.
ആനി ബെസന്റ് ഒരു പുറംനാട്ടുകാരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അല്ല ഇന്ത്യൻ വനിതയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് ആദ്യത്തെ ഇന്ത്യയിലെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തത്. ഇതൊരു ആനി ബെസന്റ് ഒരു വിദേശി വനിതയായിരുന്നു. 1920 INC സമ്മേളനം എവിടെ വെച്ച് നടന്നു എന്നാണ് അടുത്ത ചോദ്യം. 1920 INC സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? നാഗ്പൂരിൽ വെച്ചാണ് നടന്നത്. നാഗ്പൂരിൽ വെച്ചാണ് 1920 സമ്മേളനം നടന്നത്. 1920 സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? നാഗ്പൂരിൽ വെച്ചാണ്. CRT പാഠഭാഗം അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യം. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യവുമാണ്. അടുത്തതായി ഗാന്ധിജി ഏത് വർഷമാണ് INC-യുടെ പ്രസിഡന്റ് ആയത്? ഗാന്ധിജി ഏത് വർഷമാണ് INC-യുടെ പ്രസിഡന്റ് ആയത്? 1924 ഗാന്ധിജി പ്രസിഡന്റ് ആയത്. അടുത്ത ചോദ്യം നോക്കാം. 1929 കോൺഗ്രസ് സമ്മേളനത്തിലെ തീരുമാനം എന്തായിരുന്നു? 1929 കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനം എന്തായിരുന്നു? നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചത് 1929 കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ലാഹോറിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് 1929 കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചായിരുന്നു. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിരുന്നു ഈ കോൺഗ്രസ് സമ്മേളനം തീരുമാനിച്ചത്. 1938 കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ച് നടന്നു? എവിടെ വെച്ചാണ് നടന്നത്? ഹരിപുരയിൽ വെച്ചാണ് നടന്നത്. ഹരിപുരയിൽ വെച്ചാണ് 1938 കോൺഗ്രസ് സമ്മേളനം നടന്നത്. അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു 1938 പ്രസിഡന്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.